നിങ്ങൾ ഈ കാണുന്നത് അച്ചൻകോവിലിലേക്ക് പോകുന്ന പാതയാണ്. കോന്നിയിൽ നിന്നും അച്ചൻകോവിലിലേക്ക് പോകുന്ന പാത. ഈ പാതയിലൂടെ യാത്ര വളരെ അപകടകരവും എന്നാൽ ഏറ്റവും മനോഹരമായ ഒരു യാത്രയാണ്. ഒരുപാട് പേർ ഈ അടുത്ത കാലത്ത് ഈ പാതയിലൂടെ ഉപയോഗിക്കാൻ തുടങ്ങി. രാത്രിയെന്നോ പകലൊന്നുമില്ല ധാരാളം പേരാണ് ഇതിലെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വനംവകുപ്പ് ഒരു നിയന്ത്രണം കൊണ്ടുവന്നിരിക്കുകയാണ്. ആ നിയന്ത്രണം ആവശ്യമാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഞാൻ ഇക്കാര്യം ബന്ധപ്പെട്ടവരോട് ഞാൻ കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തതാണ്. കാരണം അത്രയ്ക്ക് അപകടകരമായ രീതിയിലാണ് ഇതുവഴിയുള്ള ചിലരുടെ യാത്ര. ഒരു അപകടം വന്ന ശേഷം പിന്നീട് പൂർണ്ണമായും അത് അടയ്ക്കുന്നതല്ലല്ലോ ശരി. അതിനേക്കാൾ നല്ലതൊരു മുൻകരുതൽ അതാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ വനത്തിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. പുറത്തുനിന്ന് കാണുന്ന മാതിരിയല്ല വനത്തിൻ്റെ ഉള്ളിലൂടെയുള്ള യാത്ര. പ്രത്യേകിച്ച് വനമെന്ന് പറയുന്നത് ഒരുപാട് നിയന്ത്രണങ്ങളുള്ള സ്ഥലമാണ്. ഇപ്പോൾ ഇനി മുതൽ ഈ കല്ലിലിലെ ഇവിടുത്തെ ചെക്ക് പോസ്റ്റിൽ പാസ് ഏർപ്പെടുത്തുകയാണ്. ഈ പാസ് എടുത്ത ശേഷം വേണം അകത്തേക്ക് കയറാൻ. പാസിന് ഫീസൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല. പക്ഷെങ്കിൽ കടന്നു പോകുന്നവരാരൊക്കെയാണെന്ന് അവിടെ രേഖപ്പെടുത്തണം. ഇതിനു മുമ്പ് ഒരു 2 മാസം മുൻപ് തന്നെ അവിടെ ഒരു ബുക്കിൽ ഇങ്ങനെ എൻട്രി ചെയ്യുമായിരുന്നു. കൂടാതെ തന്നെ ഒരു സമ്മതപത്രം എഴുതി കൊടുക്കണമായിരുന്നു. അതിനുശേഷമായിരുന്നു കയറ്റിവിടുന്നത്. ഇപ്പോൾ അത് പാസ് സംവിധാനത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഈ പാസ് കൊക്കാത്തോടിലേക്ക് തിരിയുന്ന പാലത്തിനപ്പുറത്തൊരു മറ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ടാവും. അവിടെ കാണിച്ച ശേഷം മാത്രമേ അച്ചൻകോവിൽ പാതയിലേക്ക് കയറ്റിവിടുകയുള്ളൂ. ഇവിടെ നിന്ന് ഏകദേശം 40 കിലോമീറ്ററാണ് അച്ചൻകോവിലേക്കുള്ളത്. ഘോരമായ വനമേഖലയാണ്. വന്യമൃഗങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. ഈ യാത്രയെന്ന് പറയുന്നത് ഒരുപാട് മൃഗങ്ങൾ ഉള്ള സ്ഥലമാണ്. പ്രത്യേകിച്ച് കരിമ്പുലി ഉൾപ്പെടെ ഈ അടുത്ത കാലത്ത് കണ്ടു. പുലികളും കടുവയും ഒരുപാട് സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ നിയന്ത്രണം വനംവകുപ്പ് കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്കറിയാം രാത്രി കാലങ്ങളിലൊക്കെ പ്രത്യേകിച്ച് വനത്തിൽ കൂടി യാത്ര ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും അപകടകരമാണ്. ഇപ്പോൾ രാത്രി പോലുമാണ് ഈ ആൾക്കാർ കരിമ്പുലിയെ തപ്പിയും കടുവയെ തപ്പിയും ഇതുവഴി പോകുന്നത്. പലരും പറഞ്ഞു രാത്രി പോവാണ്, കരിമ്പുലിയെ കാണാൻ വേണ്ടി രാത്രി പോവാണെന്ന് പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. നിയന്ത്രണം ഏർപ്പെടുത്താൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് കർശനമായ നിയന്ത്രണത്തിലേക്ക് ഇപ്പോൾ വനംവകുപ്പ് എത്തിയിരിക്കുന്നത്.